ഹലോ ഗൈസ് മൈഗർ സീരീസിലെ 13ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ 2 ദിവസമായിട്ട് ഈ ഒരു വേൾഡ് തൊട്ട് നോക്കിയിട്ടില്ല. ഹൊറർ മോഡ് കളിക്കായിരുന്നു ചലഞ്ച്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. ആ തെറ്റ് ഇതിങ്ങനെ ആകുമ്പോൾ പിന്നെ മോള് കയറുക. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാ ഈ ഇത് ഇവിടുന്ന് പൊട്ടിച്ചെടുത്തിട്ട് സ്കെൽട്ടൺ സ്പോണ്ടിൽ ഇത് നടക്കൂല. അവിടെ നമുക്ക് ഇവൻ്റെയിൽ നടക്കതാ ഈ ക്യാമ്പ് ഫയർ ഇല്ലേ, ഇതാ ഇവിടെ ഇങ്ങനെ വെക്കണം. ക്യാമ്പ് ഫയർ ഇവിടെ വെച്ചിട്ട് ഇതെടുത്തിട്ട് ഇവിടെ വെക്കുക. പിന്നെ ഇവിടെ എന്താ വെച്ചിട്ട് ഇവിടെ എടുക്കുക. എന്നിട്ട് ഇത് നമുക്കിതാ ഇവിടെ ഇതും കൂടി മൂടുക. പിന്നെ നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റന്നെ. ഇതിനൊന്നും ആവശ്യമല്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്ര ചെയ്യാനുള്ളത് നമ്മൾ ഇതാ ഇവിടെ വെച്ചിരുന്നു. ഇത് നമുക്കിത് മാറ്റണം. ഇത് ഇവിടുന്ന് എടുക്കണം. ഇനി ഇതൊക്കെ ഈ ചെസ്റ്റിൽ വന്ന് വീണണം. കണ്ടതേ, ഇത് നമുക്ക് ഈ ഒരു ചെസ്റ്റിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ഈ ചെസ്റ്റ് നമുക്കിതാ എവിടെക്കാം, ഈ ചെസ്റ്റ് നമുക്കിതാ ഇവിടെ ചവറുകളൊക്കെ നമുക്ക് അവിടെ ഇടാം, ഇതിലിടാൻ. ഓക്കെ, ഇനി നമ്മളിതാ ഇതെപ്പോഴും ഓണാക്കിയിട്ടിരിക്കുക. ഇതിടെ പൊട്ടിക്കുക. ഇനി നമുക്ക് ഇതിവിടെ വെച്ച് മൂടുക. ഇനി താഴത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചത്തോളും. നമുക്ക് എക്സ്പീം കിട്ടും. ഈ ഒരു ക്യാമ്പ് ഫയറിന് പിന്നെ എന്ത് വീണാലും മറ്റേ കത്തി പോകില്ല. ഒരു സ്ലോ ആയിട്ട് ആവുകയെന്നുള്ളൂ. ഇല്ല, കത്തി പോകുന്നില്ലല്ലോ. ചത്ത നമുക്ക് നോക്കിയേക്കാം. ഒരു കത്തി പോകാൻ 39 ഇപ്പോൾ പോകാൻ വിരിച്ചിരിക്കണത്. 39 കോടിയില്ലേ. നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. ഒന്നും വരണ കാണാനല്ല. നമുക്ക് ഇവിടെ ടേർണാക്കാം. ഇതിൽ വരുന്നുണ്ടാ. അത് 41 നമുക്കാണെങ്കിൽ ഇവരെങ്ങനെ അടിച്ചു ചെയ്യുമ്പോൾ പെട്ടെന്ന് ചത്തോളും. ലെവലും കിട്ടും നമുക്ക്. നല്ല ഇവിടെ അടിച്ചാൽ ലെവലും കൂടെ നോക്കേണ്ടതാ. ഇതാ വരുന്നു കുറവാണ്. അപ്പോൾ അത് നമുക്കിതിങ്ങനെ ഓണാക്കിയിട്ടാൽ മതി, വേറൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്പൈഡർ സ്പോണ്ടറിൻ്റെ എല്ലാം അങ്ങനെ നടക്കുള്ളൂ. ഏതായാലും ഈ ഗോൾഡ് വേണം, അല്ലെങ്കിൽ ഗോൾഡ് എടുത്തുണ്ടാവാം. നമ്മളെ അൺലിമിറ്റഡ് ബോൺ ഫാം റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ റെഡി ആക്കണം. ചെറിയൊരു മിസ്റ്റേക്ക് അത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് മോൾക്ക് ഒരു എലവേറ്ററൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യണം എന്തിനാവശ്യമൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പോയി വരാനായിട്ട് എക്സ്പി ഫാമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് മോബ് ഫാം ഉണ്ടാക്കുന്നുണ്ട്. മോബ് ഫാം ഉണ്ടാക്കണം നമുക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോള് ഒരു എന്താ പേര് പറയാ, മീൻ പിടിക്കാനുള്ളത് ഉണ്ടാക്കണേ. അതും ഓട്ടോമാറ്റിക് മീൻ പിടിക്കൽ. ഫിഷിങ് ഓട്ടോമാറ്റിക് ആണ്. അത് നമ്മൾ തല്ലിപ്പൊളി മീൻ പിടിക്കണമെന്നല്ല നിങ്ങളെ പോലത്തെ. നമ്മൾ ഫുള്ള് ഓട്ടോമാറ്റിക് ആണ്. റിയൽ ലൈഫിൽ മീൻ പിടിക്കണം. എന്തിനാ? മീൻ കിട്ടാനേ. മൈൻക്രാഫ്റ്റിൽ മീൻ പിടിക്കണത് എൻജോയിൻ്റെ ബുക്ക് ഒപ്പിക്കാൻ ഞാൻ കാണിച്ചു തരാം. വാ.
ഇല്ലാത്ത സാധനങ്ങളൊക്കെ പോകും. എന്താ മണ്ടിക്കോ 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 മണ്ടിക്കോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഈ മീൻ പിടിക്കുന്ന സമയത്തേ പല എന്താ പിന്നെ പറയാ, കിട്ടുന്നില്ല. ആ ലക്ക് ഓഫ് ദ സീ പറഞ്ഞൊരു എൻജോയ്മെന്റ് ഉണ്ട്. അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ലൂട്ടുകൾ കിട്ടും. ചിലപ്പോൾ മെൻഡിങ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ആകെ മെൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് അത് തുടങ്ങണം തന്നെ. പിന്നെ 5 അതിൻ്റെ വെക്കും. എക്സ്പി അത്യാവശ്യത്തിന് കിട്ടും. പിന്നെ ഫുഡും കിട്ടും. അൺലിമിറ്റഡ് ആയിട്ട് ഫുഡും കിട്ടും. ഇപ്പോഴത്തെ മറ്റേ എൻട്രപ്പുകളുണ്ടോ? എൻട്രപ്പുകളില്ല. എൻട്രപ്പുകൾ കാണാം. ഡയമണ്ട് ഡ്രാഫ്റ്റാണ്. ഡയമണ്ട് ഡ്രാഫ്റ്റ് നിങ്ങൾക്കൊന്നും അതിനൊന്നും ചെയ്യാൻ വയ്ക്കില്ല അല്ലേ? രാത്രിയാണ്. പേരെ പോയിട്ട് കടന്നുറങ്ങണം. അയ്യോ, ചത്തു. ഓ, എത്ര ഹാർട്ടെന്നൊക്കെ വരുന്നു സോംബി. പോടാ. ഒരു ഡയമണ്ട് ആർമർ ഇട്ടാണ് നിൽക്കുന്ന സമയത്ത് ആക്രമിക്കാൻ എങ്ങനെ ധൈര്യം വന്ന് ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഡയമണ്ടും സോളും ഒക്കെ പിടിച്ചിട്ട് എന്നെ പേടിയില്ല. പേടിയുണ്ട്. പക്ഷെ എന്നാലും പേടിയില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. കണ്ടില്ലേ? ഇനി നമ്മള് ഇവിടെ വേൾഡ് വാർ നടക്കാൻ പോവാണ് ഗായ്സ്. വേൾഡ് വാർ കണ്ടില്ലേ? വേൾഡ് വാർ സീനല്ലേ? നീ എന്നെ കൊല്ലാൻ മാത്രം വളർന്നിട്ടില്ല. ഇവന് എന്നെ കൊല്ലാൻ മാത്രം വളർന്നിട്ടില്ല. എന്നിട്ട് എന്നെ കൊല്ലണമൊക്കെ നിന്നോടും കൂടിയാ പറഞ്ഞ. ആളെ തീർത്തു. ഒരു എന്താ പേര് പറയാ, ഒരു കിട്ടണില്ല. ചൂണ്ടല് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്നാവോ? നോക്കി നോക്കട്ടെ എന്തൊക്കെ വേണമെന്ന്. ചൂണ്ടലുണ്ടാക്കാൻ വടി വേണം, സ്ട്രിങ് വേണം. സ്ട്രിങ് ഉണ്ടോ അതില്? ഉണ്ട്. ആരറിയില്ല. ഇൻവെന്ററി ഒന്ന് സോർട്ട് ചെയ്യട്ടെ. നിറച്ച് സംഭവങ്ങളാ. ഇനി ഇൻവെന്ററി ഒന്ന് ക്ലീൻ ആക്കണം. ഈ വുഡ് എടുക്കാം, ഇതെടുക്കാം. ട്രൈഡൻ്റ് ഒന്നും വേണ്ട, ഗോൾഡും വേണ്ട. ഇനി നമുക്ക് ഫിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഇതിൽ വെച്ച് ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഇടുന്ന സമയത്ത് ഇതൊക്കെ മീൻ പിടിക്കുന്ന സമയത്ത് നോക്കിക്കുമ്പോൾ കാണിച്ചരാ. വെല്ലവും വായോ. വല്ല മീനുകളും വായോ. മീനുകൾ വാ അനങ്ങാതൊക്കെ. ഒരു 1 hour എടുക്കുമോ ഇവിടെ നിൽക്കാൻ? എന്തൊരു ചെറിയൊരു മീൻ വരുന്ന സമയത്ത് അങ്ങനെ വലിക്കണം. പക്ഷേ ഓട്ടമാണിത്. ഞാൻ ഉണ്ടാക്കാൻ പോണത് ഓട്ടം. വലിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പിന്നെ റിസോഴ്സ് ഗ്യാദർ ചെയ്യണം. കുറച്ച് റിസോഴ്സൊക്കെ ആവശ്യമുണ്ട്. വലിയ റിസോഴ്സൊന്നും അല്ല കേട്ടോ, നമ്മളെ കൊണ്ട് വയ്ക്കണ റിസോഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് വേണ്ടി വരും. പിന്നെ നെതർക്ക് പോകണം. നെതർക്ക് പോയിട്ട് ലാവ എടുക്കണം.
ഒരു ബക്കറ്റിൽ ലാവ എടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ. ഇനിയും നേരെ ബേസിലേക്ക് വെച്ച് പിടിക്കുക. ഇവനൊക്കെ എപ്പോഴും അങ്ങോട്ട് വന്നു? അവർക്ക് ഇനി അതർ കാണാൻ പൂതിയാകും വെക്കാറ്, അതാണ് വന്നു. വേണ്ടാത്ത പണിക്കൊക്കെ കണ്ടോ, പോയിക്കോ അവിടുന്ന്. ഒരു ബക്കറ്റിൽ ലാവ എടുത്തിട്ടുണ്ട്. ഒരു ബക്കറ്റിൽ ലാവ വേണം. പിന്നെ ഇപ്പം എന്താ ഉള്ളത്? പിന്നെ നമുക്ക് എന്തുണ്ട്? 2 ബക്കറ്റ്, 2 വാട്ടർ ബക്കറ്റ് ഉണ്ട് എന്നിട്ടും. ഓക്കെ, ഒരു ലാവ ബക്കറ്റ്, ഒരു ഫിഷിംഗ് റോഡ്, പിന്നെ ഇപ്പം എന്താ, ഫിഷിംഗ് റോഡല്ല, എന്തെന്ന് പറയുന്നത്, ചൂണ്ടൽ അത്. പിന്നെ അയണ് വേണം കുറച്ച്. ഇത് അയണുകളൊക്കെ അവിടെ കഴിഞ്ഞാണ്. പിന്നെ മൈനിങ്ങിന് പോവാം. ഇക്ക മടിയാ മൈനിങ്ങിന് പോകാൻ. എല്ലാത്തത് ഹോപ്പറിന് എടുത്തു തോന്നുന്നു. അതിലുണ്ട്, കുറച്ചുണ്ട്. എന്തൊക്കെയൊക്കെ വേണ്ട നമുക്കപ്പോൾ? 10 ഡയമണ്ട് ഇതെടുക്കുക. ഇവിടെ അതിൽ അയണൊന്നുമില്ല, ആകെ ഇതുണ്ട്. ഈ ഒരു കോളം ഉണ്ട്. ഈ കുറെ ഉണ്ടായിരുന്നു, അതൊക്കെ ആവട്ടെ. കുറെ ഉണ്ടായിരുന്നു. ഒന്ന് തപ്പട്ടെ. എവിടെ ഞാൻ വേറെവിടെയെങ്കിലും കൊണ്ടുവച്ചിക്കണമെന്നാവോ? അവിടെ കൊണ്ടുവച്ചിക്കണമെന്നാവോ? ആ ചെസ്റ്റിൽ നോക്കട്ടെ ഞാൻ പോയിട്ട്. ഇതല്ല, ഇതിലുമില്ല. നമുക്കിപ്പോൾ എന്തൊക്കെ വേണതിന്? അപ്പോൾ ഞാൻ ആ എണ്ണ വേണ്ടിയിട്ട് കുറച്ച് മൈനിങ്ങിന് പോയിട്ട് ഇപ്പോൾ വരാം. അങ്ങനെ ഞാൻ മൈനിങ്ങിന് പോയി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കണത്. ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചെസ്റ്റ് ഉണ്ടോ? ഈ ഒരു ചെസ്റ്റിലായിരുന്നു ഈ അയൺ മൊത്തം. ഞാൻ അത് മാത്രം നോക്കിയില്ല, ബാക്കിയുള്ള ചെസ്റ്റുകളൊക്കെ നോക്കി. ഇത് മാത്രം നോക്കാതെ ഞാൻ വിട്ടു. ഏതായാലും മൈനിങ്ങിന് പോയത് ലാഭമായി. നമുക്ക് ഈ പിക്കാക്സ് ഇതാ ഇവിടെ 16 ഞാൻ വേറെ സ്മെൽ ചെയ്തെടുത്തിട്ടുണ്ട്, 16 ബ്ലോക്കുകൾ. പിന്നെ നമ്മൾക്കിപ്പോൾ എന്താ വേണ്ടത്? എന്തൊക്കെയാ വേണ്ടത്? റെയിലുണ്ടാക്കണമെങ്കിൽ ഒരു വടി വേണമല്ലേ? ഒരു വടിയും ഒരു വടി എടുത്തു. പിന്നെ ഒരു മൈൻ കാട്ട് വേണം. മൈൻ കാട്ട് എടുത്തിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ഒരു ഹോപ്പർ ഉണ്ടാക്കണം. പിന്നെ മൈൻ കാട്ട് വിത്ത് ഹോപ്പർ ഉണ്ടാക്കണം. ഓക്കെ, ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അതിൽ നോക്കട്ടെ. മൈൻ കാട്ട് വിത്ത് ഹോപ്പർ, റെയില്. ഇനിയിപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു ചെസ്റ്റും കൂടി വേണം നമുക്ക്. ഒരു ചെസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? പിന്നെ നമുക്ക് ഒരു വടി ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാകണമെങ്കിൽ എന്തൊക്കെ കാണും? കുറച്ചൊന്നും കൂടി വേണം. ഓക്കെ, അത് 3 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാപ്പ് ഡോറുകൾ ഉണ്ടാക്കണം. ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫാമിങ് ഏരിയ, അതെന്താണെന്ന് ചോദിക്കരുത്, ഞാൻ പറഞ്ഞുതരില്ല. നമുക്ക് ഇത് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഈ ഇതൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് തന്നെ വെക്കാം. ഇതും ഇങ്ങോട്ട് വേണം. ഈ ചെസ്റ്റ് നമുക്ക് കൊടുക്കാം. ഇത് ഇവിടെ വെക്കുക. എന്തിങ്ങനെ കളിച്ചു ജയ ഇതിൽ നമുക്ക് ഓക്കെ അതും വെച്ചിട്ടുണ്ട്.
ഇതില് നമുക്ക് ഇതിലിപ്പോൾ എന്താ ഇരിക്കുക? ഓക്കെ, ഇനി ഇതെടുത്തിട്ട് ഇവിടെ വെക്കണം, ഇവിടെ നോക്കണം, അടക്കുക അടക്കുക അടക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിക്കുക. രാത്രിയായി പെട്ടുണ്ട് എൻ്റെ കയ്യിൽ അവിടെ. അപ്പോൾ ഇനി നമ്മൾ ഇതാ ഈ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കണം. ഇനി നമുക്കൊരു മീനെ കണ്ടുപിടിക്കണം. മീനെ ഈ ബക്കറ്റിൽ നിറച്ചുകൊണ്ടിരണം. ഒരു മീനിപ്പോൾ എവിടുന്നാ കിട്ടുക? അതാ, ഇങ്ങനത്തെ ഒരു മീനെ കണ്ടെടുത്തോളം ഉണ്ട്. മീൻ എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പിന്നാലെ കണ്ട് അയ്യോ, എൻ്റെ ഓക്സിജൻ ഓക്സിജൻ ഓക്സിജൻ. മീന് വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്ന തല്ലൂടെ. അയ്യോ, എൻ്റെ ഹാർട്ടില്ല. മീനെ പോവല്ലേ. ആ, പിടിച്ചു. മീനെ പിടിച്ചു. വേട്ടക്കാരൻ, മീൻപിടുത്തക്കാരൻ. ഓക്കെ, മീനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വീഡിയോ കാണാൻ സീനല്ലേ? ഷേട്ടർ ഓണാക്കണം. വേണ്ട, കടന്നിറങ്ങണം പോയിട്ട്. ഒരു ബെഡ് കയ്യിൽ വെച്ചിരിക്കണം. എനിക്ക് അന്നത്തെ ഓർമ്മ ഉണ്ടാവാനെ. അന്ന് എൻ്റെ ചെസ്റ്റൊക്കെ അങ്ങോട്ട് പോയിട്ട്. എന്താണത്? ആ അമ്മച്ചി, എന്തത്? ഇതേത്? വണ്ടിയോ? അത് പോയി, അതിനെ കാണാനല്ല. എങ്ങോട്ടാ പോയി? എന്താണ്? കുതിര? കണ്ണി കണ്ട മൃഗത്തിൻ്റെ മേത്ത് കയറി നിന്നെ കൊല്ലാൻ വരിക. പിന്നെ ഞാനാര്? മുട്ടസാബോ? രാത്രിയായി. ഉറങ്ങി നീച്ചും ചാകണ് കിടന്നത്. കുറച്ച് കത്തിച്ചൊലിക്കണം നിങ്ങൾ, എന്നാലേ പഠിക്കും. ഈയിടെ എന്നെ നിന്നോട് ആരാ എന്നെ ഇതിനെ തീ കത്തിക്കണേ? എൻ്റെ അടുത്ത് നെയിം ടാഗ് ഉണ്ടോന്നാവോ? നെയിം ടാഗ് അത്യാവശ്യം. നെയിം ടാഗ് ഉണ്ടോ? നെയിം ടാഗ് ഈ നെയിം ടാഗില്ല. ഇതിലുമില്ല. ഇതിലുണ്ടോ നെയിം ടാഗ്? കയ്യിൽ നെയിം ടാഗ് കിട്ടും. എന്നാലും ആ ഫിഷിന് പേരിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നെയിം ടാഗ് കിട്ടിക്കണോ? നമുക്ക് സ്പോണർന്ന് ആയിക്കോർമ്മല്ല. ഏതില്ലെങ്കിലും ആ നെയിം ടാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിവിടെ വെച്ചെടുക്കണം. ഈ വാട്ടർ ബക്കറ്റ് മീനുള്ളത് എന്തിനാന്ന് വെച്ചാൽ നല്ല ലൂട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി 4 ബ്ലോക്ക് താഴത്തേക്ക് കുഴിക്കണം. 4 ബ്ലോക്ക് കുഴിച്ചു. ഇനി ഇവിടുന്ന് 4 ബ്ലോക്ക് താഴത്തേക്ക് കുഴിക്കണം. ഇനി ഇവിടുന്നും 4 ബ്ലോക്ക് കുഴിക്കണം. 4 ബ്ലോക്ക് കുഴിച്ച് രണ്ടിടത്തുനിന്നും ഇത് ഇവിടെ ഇരിക്കാം.
ആ മറന്നു, ഹോപ്പറും ജസ്റ്റ് മറന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഹോപ്പറും ജസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി ഈ ഹോപ്പർ കൊണ്ടുവന്ന ഹോപ്പർ ഈ ഒരു ചെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞ് ഇതിൽ കൊണ്ടണം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയോക്കാം. നമുക്കിതാ ഇതിലേക്ക് ഈ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ടാക്കാം. അപ്പോൾ ഇത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് തന്നെയാണ്. ഇനി നമുക്കിതാ ഈ ബ്ലോക്ക് വെച്ചെടുത്തിട്ട് ഈ ഒരു ബട്ടൺ എന്താ ഇനി പറയാ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ഈ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എന്താ പിന്നെ പറയും, ഞാൻ ഉണ്ടാക്കി നോക്കിയോട്ടെ. എന്താണ് ഇതൊക്കെ ഗ്രാസ് എത്ര പെട്ടെന്ന് പോയോ. നമ്മള് എന്താ ചെയ്യണം, ഇത് ഇങ്ങനെ എടുക്കുക, ഇതെടുത്തിട്ട് ഇവിടെ വെക്കുക. എന്തെല്ലാം അടിച്ചങ്ങനെ കഴിക്കണമെന്നല്ല, വെറുതെ അടിച്ചേക്കുക. ഇനി ഇത് ഇവിടെ വെച്ചിട്ട് ഈ റെയിലെടുക്കുക. ഇനി മൈൻ കാട്ട് വിത്ത് ഹോപ്പർ ഇത് വെക്കുക. അതെന്തിനാന്ന് വെച്ചാ നമുക്ക് നേരെ ചാടാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ചാടിയിട്ടുണ്ട്. അയ്യോ, അവിടെ നീങ്ങാൻ പറ്റില്ല. പൊട്ടിച്ചോ. ഇനി ഇത് പൊട്ടിക്കുക. ഓക്കെ, ഇതും പൊട്ടിക്കുക. ഇനിതാ ഈ ലാവ ബക്കറ്റ് എടുത്തിട്ട് നമ്മൾക്കിതാ ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഈ ലാവ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഒഴിക്കാം. എന്തിനാ ഒഴിക്കണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഓണ് ചത്തിന്നു. ഇനി എവിടെ ഇടാ, മീൻ ഡിസ്പോൺ ആയോ? ഇല്ല. ഓക്കെ, ഇതാണ് സംഭവം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ നമ്മളിതാ ഇത് വന്നിട്ടിതാ ഇവിടെ ഇല്ല എറിയണ്ട്. എറിഞ്ഞേക്കാം. ഇവിടെ എറിഞ്ഞു. അത് എറിഞ്ഞിട്ട് ഫുഡ് വന്നാ താനെ അങ്ങനെ വരും. അത് കുക്കായിട്ട് ചെസ്റ്റിക്ക് വരുമോ? അതാ ചെസ്റ്റിക്ക് വരും. അങ്ങനെ സംഭവം. നമുക്കപ്പോ ഇത് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഇത് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സ്ലാബിന്റെ ഒക്കെ ആവശ്യം വരും. ഞാൻ ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്ലാബ് ഉണ്ട്. എന്താന്ന് ചോദിക്കരുത്, ഞാൻ പറഞ്ഞുതരൂല. എത്ര വെച്ചാൽ ഞാൻ പറഞ്ഞുതരൂല. ഓ, 2 ഹാർട്ട്. 2 ഹാർട്ട് സമ്മതിക്കണം. 2 ഹാർട്ട് കയറും. വേഗം മോള് കയറും. സോംബി സ്പോൺ അതിൽ വന്നാലേ പെടും. ഇനി നമ്മളിതാ ഇങ്ങനെയുണ്ടോ സ്ലാബ്. അതിലുണ്ട് കുറച്ച് സ്റ്റോണുകളൊക്കെ. സ്ലാബ് മതി, സ്റ്റോൺ സ്ലാബ് എടുക്കാം. അതാവും കുറച്ച് ബെറ്റർ. ഇതിലാണോ? ഇതിലല്ല, കണ്ടില്ല. ഇതിൽ സ്റ്റോൺ ഇതെടുക്കാം. ബാക്കിയൊക്കെ ചെസ്റ്റ് ഇവിടെ തന്നെ വെക്കാം. ഇനി ഇതൊന്നും ആവശ്യമില്ല. 2 ബക്കറ്റ് കയ്യിൽ വെച്ചിരിക്കാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതും ആവശ്യമില്ല. ഇതൊക്കെ അവിടെ കൊണ്ടുവരാളാണ്. ഈ കോൾ ആവശ്യമില്ല, വടി ആവശ്യമില്ല, അയൺ ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. നേരെ അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ ഇതിനെ വെക്കണം എന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ സംഭവം കണ്ടോ, ഇവിടെ ഈ സൈൻ ബോർഡ് തന്നെ വെക്കണമെന്നില്ല. ഞാൻ സൈൻ ബോർഡ് കിട്ടിയപ്പോൾ അത് വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഴാതെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചു.
വേക്കൂലേ? ആ വേക്കും വേക്കും വേക്കും. എത്ര മണിയാവും കേട്ടോ. ഇതാ ഫിഷ് നമുക്കോട്ട് അങ്ങനെ എഫ്ക്ക് നിൽക്കണം. എഫ്ക്ക് നമുക്കിതില് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സംഭവം വരും. എന്താ ഇനി പറയാ? ഇതാ അതിൽ ഫിഷ് വന്നിട്ടുണ്ട്. ആ ഇതാ വന്നിക്കണം. ഓ അപ്പൊ അങ്ങോട്ട് ചാടി. നമുക്ക് പറ്റാത്തത്. ഞാൻ ചാടും. അതാണ് എനിക്ക് പറ്റാത്തത്. നമുക്കിപ്പോ ഇതാ ഞാൻ ഇങ്ങനെ നിന്നാ വിടൂല. നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ആവാം. ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇത് വെക്കൂല. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇത് നമുക്ക് വീഴാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്താ ചെയ്യാ? ഇല്ല, അവിടെ എന്തിനാണ് വലിയ ഉപകാരം ഒന്നും കാണാനില്ല. ഇത് കുക്കറാണോ? പിന്നെ അവിടെ ഞാനിവിടെ ഒരു അരമണിക്കൂർ ഇരുന്ന് ഫിഷ് ചെയ്തിട്ട് എന്താ കിട്ടാൻ നോക്കി പെട്ടെന്ന് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാനങ്ങനെ 1 മണിക്കൂറല്ല, അത് നിക്കണ വരെ എത്ര എത്ര നേരം നിന്ന് കഞ്ഞൂടാ. അത് കഴിയണ ഞാൻ നിക്കണോ എൻ്റെ അതായത് ഫിഷിംഗ് റോഡില് പൊട്ടണ വരെ നിന്നു. എനിക്കിപ്പോ കിട്ടിക്കണ എന്താന്ന് വെച്ചാ ഒരു സ്റ്റേക്ക് റോയും എൻ്റെ കയ്യിൽ തന്നെ വെച്ചിക്കാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുക്കാണ്. പിന്നെ എന്താ ചാനലിങ് ആവട്ടെ, എന്തോ ഉപകാരമൊക്കെ എന്താന്ന് അറിഞ്ഞൂടാ. ലക്ക് ഓഫ് ദ സി 2 കിട്ടിയിട്ടുണ്ട്. വെന്റിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊരു ഉപകാരമാണ്, ലക്ക് ഓഫ് ദ സിയും. പക്ഷെ ഈ ചാനലിങ് കൂടെ എന്തോ ഉപകാരം എന്നൊക്കെ അറിഞ്ഞൂടാ. നമുക്ക് ഈ ഫിഷൊക്കെ ഇവിടെ തന്നെ വെക്കാം. ഫിഷൊക്കെ അതാ ഇവിടെ തന്നെ വെക്കാൻ നല്ലത്. ഇതാ ഇത്ര ഫുഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ വെക്കാം. എനിക്ക് വേറെ ഒന്നും കിട്ടി. നമുക്കിതൊന്ന് മൂടണം. ഇതെപ്പോഴാ മൂടണം? അയ്യോ പോണിതോ. നമുക്കപ്പോ ഒരു പുതിയൊരു റോഡ് ഉണ്ടാക്കണം. വടി എടുക്കുക, ഇതെടുക്കുക, ഇതെടുത്തിട്ട് നമുക്ക് ഫിഷിംഗ് റോഡ് ഉണ്ടാക്കുക. ഇത് ഇത്രണ്ണം കൊടുത്താൽ മതി. ഫിഷിംഗ് റോഡ് ഉണ്ടാക്കി എനിക്ക് ഇതും കൊടുക്കുക, ഇതും കൊടുക്കുക. അവിടെ മൈൻ കട്ടെടുത്ത് ഹോപ്പൺ ഞാൻ വീണ്ടും ഉണ്ടാക്കി. ഇനി നമുക്ക് ആൻവില്ല് വേണം. ആൻവില്ല് ഉണ്ടല്ലോ എൻ്റെ ഉപ്പ്. ഇതൊക്കെ രണ്ടെണ്ണം എന്താണ് കൊടുത്ത്? രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഈ ആൻവില്ല് നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിന്റെ മുന്നിൽ വെക്കാം. ഒരു ആൻവില്ല് ഇതാ ഇത് ഇവിടെയും വെക്കാം. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ആൻവില്ല് ചെയ്യാം. ഇവിടെ സോറി ഇതെടുത്തിട്ട് വെക്കുക. ലക്ക് ഓഫ് ദ സീ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റത്തെ ചാനലിങ് നമുക്ക് അതിൽ തന്നെ വെക്കാം. ഓക്കെ, അത് ഉപകാരം അറിഞ്ഞൂടാ. ഓക്കെ, ചാനലിങ് നമുക്കിതാ ഇതാ ചാനലിങ് ഇതൊക്കെ എന്താ ഉപകാരം അറിഞ്ഞൂടാ. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇതിലൊക്കെ നമുക്ക് ഫസ്റ്റ് എന്താ കിട്ടുക നോക്കിയാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്താ കിട്ടുന്ന നോക്കട്ടെ 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 നോക്കിക്കോ. എന്താ കിട്ടാൻ നോക്കിക്കോ, എന്താ കിട്ടാൻ നോക്കിക്കോ. എന്താവാത്ത എന്താ കിട്ടി നോക്കട്ടെ 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 നോക്കി എന്താ കിട്ടി നോക്കിയേക്കാ. ഒന്നും കിട്ടിയില്ലേ. എന്താ കിട്ടിയ നമുക്ക്? എന്താ കിട്ടിയെന്നോണ്ട് മുട്ടറിയാം. എന്താ കിട്ടിയ നമുക്ക്? മെൻ്റായിട്ടുണ്ട്. മെൻറ്റിങ് നല്ല ഉപകാരമുണ്ട്.
ഏ ആ നമുക്ക് എന്തൊക്കെ ഫിഷാണ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ എന്തെങ്കിലും ആവട്ടെ, ഒരു ചാറ്റ് ഇട്ടിട്ട് നമുക്കൊരു ചാറ്റിടാം. നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, സി യു.